പിന്നെ ദിലീപിൻ്റെ കാര്യം എനിക്ക് തോന്നുന്നു മലയാള സിനിമയിൽ ചെയ്ത പടങ്ങളും വിജയങ്ങളും വെച്ച് നോക്കുമ്പോൾ മലയാള സിനിമ എന്നല്ല ഇന്ത്യൻ സിനിമയിൽ ആവറേജിൽ ഏറ്റവും കൂടുതൽ ഹിറ്റ് കൊടുത്തിട്ടുള്ള ഏറ്റവും സ്ട്രൈക്ക് റേറ്റുള്ള നടൻ ദിലീപാണ്. എൻ്റെ സുഹൃത്തായതുകൊണ്ടോ എൻ്റെ നായകനായതുകൊണ്ടോ പൊക്കി പറയുന്നില്ല, കണക്കുകൾ അതാണ് പറയുന്നത്. അത് മറക്കരുത്. സിനിമ നന്നായാൽ എല്ലാ വിമർശനങ്ങളെ അതിജീവിച്ച് ഓടിക്കാനുള്ള കപ്പാസിറ്റി ദിലീപ് എന്ന് പറയുന്ന നായകനുണ്ട്. അത് ദിലീപ് അർഹിക്കുന്നതാണ്. അതിനെയും ദിലീപ് എന്നൊക്കെ തന്നെ എത്രയോ പേര് ഡെയിലി ദിലീപേട്ടനോട് ഒരു കഥ പറയാൻ പറ്റുമോ? എനിക്ക് ദിലീപിനടുത്തോട്ട് വിടാൻ പേടിയാണ്. ഇവിടെ ഇന്നലെ ഒരുത്തം വന്നൊരു കഥ പറഞ്ഞു, എന്തിനാ ജോലി എന്തിനാണ് പറയും, കാരണം ദിലീപിൻ്റെ ഇഷ്ടം എന്താ നമുക്കറിയാം. അല്ലെങ്കിൽ പറഞ്ഞിട്ട് വിട്ടാൽ കുഴപ്പമില്ല, എന്തിനാ നമ്മൾ ഉള്ള കാര്യം പാറ്റ അടിക്കുന്നത്. അപ്പം അതുപോലെ ആളുകൾക്ക് ഇഷ്ടമുള്ള ഇന്നും നമുക്കറിയാം ചാനൽ തുറന്നാൽ ഒന്നെങ്കിൽ ദിലീപിൻ്റെ ഏതാ പറയണ്ടേ എത്രയോ പടങ്ങൾ, ഷാഫി ചെയ്ത പടങ്ങൾ, ഞാൻ ചെയ്ത പടങ്ങൾ, ലാൽജോസ് ചെയ്ത പടങ്ങൾ, എത്രയോ പടങ്ങളാണ് ഇങ്ങനെ ഒന്നിനു പുറകെ ഒന്നായിട്ട് വന്നോളൂ. തിളക്കമൊക്കെ എനിക്ക് തോന്നുന്നു ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ദിലീപ് ഈ സിനിമ ഞാൻ ഉറപ്പ് പറയുന്നു, ദിലീപ് ഇത് സൂപ്പർ ഹിറ്റ് സിനിമയായി തീരും. കാരണം നിങ്ങളെ സ്നേഹിക്കുന്ന ഞാൻ ഉൾപ്പെടെയുള്ള ആളുകളുടെ പ്രാർത്ഥനയും ആഗ്രഹവും ആവേശവുമാണ് ഈ സിനിമ. ഇത് തന്ന സാരീസ് നന്നായിട്ട് എഴുതി, വീണ്ടും നന്നായിട്ട് എടുത്തു. തീർച്ചയായിട്ടും നിങ്ങൾ ഈ പടത്തിൽ എന്നെ വിളിച്ചതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഈ സിനിമ നിങ്ങൾ പറയുന്ന പോലെ എനിക്ക് ഷാരിസിനെ കുറിച്ച് പറയാനുള്ളത്, നമ്മൾ ചിലപ്പോൾ ഷാരിസ് വന്നിട്ട് ചോദിച്ചിട്ടാ ആ സീൻ ചോദിച്ചിട്ട് ഇങ്ങനെയാണ്. അപ്പോൾ നമ്മൾ എനിക്കെന്നെ തോന്നുന്നു കർത്താവ് നിങ്ങൾ ശരിയാവും. നമ്മളൊരു ഡോക്ടർ വന്നിട്ട് പറയാം, ഒരു ഡോക്ടറിൻ്റെ ഒരു പേഷ്യൻ്റ് വന്നിട്ട് ചോദിക്കാം, കൊച്ചിന് പ്രശ്നമൊന്നുമില്ല, ചെറിയ വയറ്റുവേദന ഉണ്ടായിരിക്കും, എന്നാലും പേഷ്യൻ്റ് എൻ്റെ കൊച്ചിന് ഡോക്ടർ അപ്പോൾ നമുക്ക് ഡൗട്ടാവും, ദൈവം രക്ഷപ്പെടില്ലേ എന്ന് പറഞ്ഞ ഷാരിസ് കുറിച്ചോട്ടോ. എനിക്ക് തന്നെ തോന്നി കർത്താവ് ഞാൻ ചെയ്താൽ ശരിയാവുമോ, പിന്നെ സംശയം തീർത്തേയില്ല. ഞാൻ റിലീസ് കഴിഞ്ഞിട്ട് ഒന്നോടെ പോകും, ശരിയായോ എന്നുള്ള അപ്പം ആ ഒരു അത്ര ഇതിനോടുള്ളവർ എന്നാ പറയേണ്ടത്, പ്രാണം കളഞ്ഞ് ഇതിനു വേണ്ടി നിൽക്കുക എന്ന് പറയുന്നത്. ഇത്രയും ഡെഡിക്കേഷൻ ഞാൻ ചാൾസ് ശിവരാജ് പോലും കണ്ടിട്ടില്ല.